ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് മജ്ബൂസ് അറബി റൈസ് ഉണ്ടാക്കണത് കേട്ടോ. അതിലേക്ക് ചിക്കൻ കബാബ് പൊരിച്ചതും. അപ്പോൾ അതാ വലിയ ടീസ്പൂണിന് 3 ടീസ്പൂണ് നെയ്യിട്ട് കൊടുക്കുക. മിൽമൻ്റെ നെയ്യിട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് അതിൽ 3 വലിയ ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതൊന്നും ഇങ്ങോട്ട് ചൂടായി വരുമ്പോൾ 4-5 ചെറിയ കഷ്ണം പട്ട, 7 ഏലക്കായ, 7 കറാമ്പൂവ്, അതൊന്നിങ്ങനെ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ജീരകം ഒരു ടീസ്പൂണ്, ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂണ്, ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. സവാള 3 ചെറുതാണ്, വലുതാണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം വഴറ്റി കൊടുക്കുക. സവാള ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ കേട്ടോ. നമ്മൾ പൊടിക്കാത്ത കുരുമുളകാണ്, 1.5 ടീസ്പൂണ് കുരുമുളകാണ് ഇഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും അതിലൊരു പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി 2 നല്ല പഴുത്തത് തൊലി കളയാതെ മിക്സിയിൽ അരച്ചെടുത്തതാണ്. വലിയ തക്കാളിയാണ്, ചെറുതാണെങ്കിൽ 3 എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ 1 കിലോ റൈസ് അരിയാണ് എടുക്കുന്നത് കേട്ടോ. അതിലേക്കുള്ള കണക്കാണ് പറഞ്ഞു തരുന്നത്. 2 ചെറിയ ടീസ്പൂണിന് 3 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ. ചെറിയ ടീസ്പൂണ് 2 ടീസ്പൂണ് കുരുമുളക് പൊടി. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ലീഫ് 2 ഇട്ട് കൊടുക്കുക കേട്ടോ. ബീൻ ലീഫ് എന്നറിയില്ല അത്. ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1 കിലോ അരിക്ക് ഞാൻ 1 കിലോ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചിക്കൻ വലിയ പീസാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക, ചെറിയ പീസാക്കണമെങ്കിൽ ചെറിയ പീസും ആക്കുക. എന്നിട്ട് ഇതിൻ്റെ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ മിക്സ് ചെയ്യുക. അപ്പം എനിക്ക് 1 കിലോന് അരി 4 കപ്പ് അരി ഉണ്ട് കേട്ടോ. ആ 4 കപ്പ് അരിക്ക് ഞാൻ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ തക്കാളി മിക്സിയിൽ അരച്ചില്ല, മിക്സിയൊക്കെ ചുവറ്റെടുത്ത വെള്ളം കേട്ടോ. എന്നിട്ട് ആദ്യത്തെ ഇതാണ് അരി അളന്ന കപ്പ് കേട്ടോ. നമ്മളെ വലിയ ചായക്കപ്പാണ്. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കമ്മിയുണ്ട്, കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തു. ആദ്യത്തെ 5 മിനിറ്റ് തീ നല്ലോണം കൂട്ടി വെച്ചിട്ട് വെള്ളം ചിക്കനും കൂടെ വേവിച്ചെടുക്കുക. പിന്നെ 10 മിനിറ്റ് തീ കുറച്ചെടുക്കുക കേട്ടോ. അതിക്കൊരു ഉണക്ക ചെറിയ നാരങ്ങ ഇട്ട് കൊടുക്കുക. ഉണങ്ങിയതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ പച്ച ചെറുനാരങ്ങ തൊലി ചുരണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതാവും ഒന്നും കൂടെ ഈ റൈസ്ക്ക് ടേസ്റ്റ് വരട്ടെ. അതിന് സല്ല റൈസാണ് എടുത്തുക്കണത്. അരമണിക്കൂർ മുന്നേ നമ്മൾ ഈ അരി വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് ഊറ്റി വെക്കണം. ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ തീരെ പണിയില്ല കേട്ടോ. 10 മിനിറ്റ് കൂടെ വേണ്ട നമുക്ക് ഈ റൈസ് ഉണ്ടാക്കാൻ. അത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ചിക്കന് വെന്തിട്ട് ചിക്കനിൽ നിന്ന് മാറ്റി വെച്ചിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതായത് അരി കഴുകിയത് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഫുള്ള് എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ചോറ് നമ്മൾ ആദ്യത്തെ 2 മിനിറ്റ് തീ കൂട്ടി വെച്ചിട്ട് പിന്നെ തീ കുറച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. പെട്ടെന്ന് റെഡിയാവും കേട്ടോ. അതേപോലെ നമ്മൾ കോരിയെടുത്ത ചിക്കന് ഒരു ഫ്രൈ പാനിൽ ഓയിൽ വെച്ചിട്ട് അതിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഇതായി നമ്മളെ ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു റൈസാണ്, അറബിക് ബിരിയാണിയാണത്. അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ചിക്കൻ ഇതേ കളറായി വന്നാൽ പിന്നെ റൈസിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്തിട്ട് റൈസ് ഒരു 5 മിനിറ്റ് തീ കുറച്ചിട്ടിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് റൈസ്ക്ക് ഇറങ്ങി വരാനാട്ടോ ചിക്കൻ്റെ. അപ്പോൾ കൂടുതൽ ചിക്കൻ ഇടണവർക്ക് ഇടാം കേട്ടോ. കാരണം നമുക്ക് പിന്നെ ലേശത കബാബ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് റൈസിലിട്ടത് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ വേവണ വെള്ളം തന്നെ ടേസ്റ്റാണ് റൈസിന് ഉണ്ടാവുക. അറബിക് ബിരിയാണി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. അപ്പോൾ അതാ കബാബിൻ്റെ ചിക്കനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കബാബ് ഉണ്ടാക്കണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം മസാല വയ്ക്കണമൊന്നും. അതൊക്കെ ഇൻഷാല്ലാ ഞാൻ പിന്നെ ഒരു പുതിയ വീഡിയോയിൽ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോ ലെങ്ത് ആവിച്ചിട്ടാണ്. അപ്പം നമ്മൾ മജ്ബൂസ് റൈസൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. പിന്നെ വിളമ്പാൻ പോവുകയാണ്. എന്താ റൈസ് പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. ഈ ചോറ് ഓരോ വറ്റ് വേറിട്ടിട്ടാണ് നിൽക്കുന്നത്. അത്രയും ടേസ്റ്റാട്ടോ. അധികം സമയമൊന്നും വേണ്ട, 10 മിനിറ്റ് മതി. കണ്ടില്ല, നിങ്ങൾക്ക് ചോറ് വിളമ്പുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇത് കാണാൻ കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കണം, അത്രയൊന്നും ഇതായിട്ടില്ല. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈസാണിത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കൊണ്ട്.
10 മിനിറ്റ് വേണ്ട നമുക്ക് ഈ മജ്ബൂസ് ബിരിയാണി ഉണ്ടാക്കാൻ.